വന്യമൃഗശല്യം രൂക്ഷമായ കോതമംഗലം കുട്ടമ്പുഴയിൽ ഫെൻസിംഗും കിടങ്ങും തെരുവ് വിളക്കുകളും സ്ഥാപിക്കുമെന്ന ജില്ലാ കളക്ടറുടെ വാഗ്ദാനം പാഴ്വാക്കാവുന്നു. കാട്ടാൻ ആക്രമണത്തിൽ കാൽനട യാത്രക്കാരനായ കുട്ടമ്പുഴ നാച്ചേരി സ്വദേശി എൽദോസ് മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെയായിരുന്നു കളക്ടറുടെ വാഗ്ദാനം. ഇതേസമയം മുൻപ് ഇവിടെ ഫെൻസിംഗ് സ്ഥാപിച്ചതിൽ ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടന്നതെന്നും നാട്ടുകാർ ആരോപിച്ചു. സുധീഷ് ഗോപാൽ ചേരുന്നുണ്ട്. സുധീഷ്, നമുക്കറിയാം എന്തൊരു സംഭവം ഉണ്ടായാലും ഉടനെ വാഗ്ദാനങ്ങളുമായി മുൻപോട്ട് വരാൻ അധികൃതർ ഒട്ടും മടി കാട്ടാറില്ല. പക്ഷേ അത് നടപ്പിലാക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് കടക്കുമ്പോൾ മാത്രം ചില പാകപ്പിഴകൾ വരാറുമുണ്ട്. ഇവിടെയും അത് തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഒരു മനുഷ്യൻ മരിച്ചു, അല്ലെങ്കിൽ കാട്ടാൻ ആക്രമണത്തിൽ മരിച്ചു, വലിയ പ്രതിഷേധങ്ങൾ അവിടെ ഉണ്ടാകുന്നു. ആ സമയത്ത് വാഗ്ദാനം നൽകി പോയതല്ലാതെ അത് നടപ്പാക്കുന്നതിൽ ചെറിയ ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുകയാണല്ലേ? ഇതിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വനയോര മേഖലയിലെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള പദ്ധതികൾ അത് നടപ്പാക്കാതെ പദ്ധതികൾ പ്രഖ്യാപനത്തിൽ ഒതുങ്ങുമ്പോൾ, എന്നാൽ കഴിഞ്ഞ ഒരു 10-15 വർഷത്തെ കണക്കെടുത്താൽ കോടികളാണ് ഈ മേഖലയിൽ ചിലവഴിച്ചതായി കണക്കുകളിലുള്ളതും. എന്നാൽ അത് എത്രത്തോളം അവിടുത്തെ വനയോര മേഖലയിലെ ജനങ്ങൾക്ക് പ്രയോജനകരമായി, അവർക്ക് സംരക്ഷണം ഒരുക്കുന്നതിൽ എത്രത്തോളം പ്രയോജനകരമായി എന്നതിലാണ് ഏറ്റവും വലിയ പ്രശ്നം നിലനിൽക്കുന്നത്. ഇപ്പോൾ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം, അവിടെ ഒരു കിടങ്ങ് സ്ഥാപിച്ചുകൊണ്ട് വന്യമൃഗങ്ങളെ ചെറുക്കുന്നതിനുള്ള ഒരു സംവിധാനം ഒരുക്കിയിട്ടില്ല. അതോടൊപ്പം തന്നെ ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല. ഇതേ സാഹചര്യത്തിൽ തന്നെ തെരുവ് വിളക്കുകൾ പോലും ഈ കാടിന് നടുവിലൂടെയുള്ള പാതയിൽ ഒരിടത്തും സ്ഥാപിച്ചിട്ടില്ലായിരുന്നു. അതുതന്നെയാണ് എൽദോസ് എന്ന യുവാവിൻ്റെ മരണത്തിനും കാരണമായത്. ഇല്ലെങ്കിൽ ആനയെ കാണാനും അവിടെ നിന്ന് ഒഴിഞ്ഞു മാറാനും സാധിക്കുമായിരുന്നു. അപ്പോൾ ഇത്തരം വലിയ ഒരു വീഴ്ച ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അന്ന് ജനങ്ങൾ വലിയ രീതിയിലുള്ള പ്രതിഷേധം മുന്നോട്ട് വെച്ചത്. മൃതദേഹം മാറ്റാൻ പോലും സമ്മതിക്കാതെ 7 മണിക്കൂർ നീണ്ട പ്രതിഷേധമായിരുന്നു. ഇതിനൊടുവിലാണ് ജില്ലാ കളക്ടറുടെ പ്രഖ്യാപനം വരുന്നത്. നാളെ തന്നെ ഫെൻസിങ്ങിൻ്റെ പ്രവർത്തനവും കിടങ്ങ് സ്ഥാപിക്കുന്നതിനുള്ള പ്രവർത്തനവും തുടങ്ങും. 5 ദിവസത്തിനുള്ളിൽ എല്ലാ ഇടങ്ങളിലും തെരുവ് വിളക്കുകൾ തെളിയിക്കും. എന്നാൽ ആദ്യത്തെ 2 ദിവസം എൽദോസിൻ്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നന്നും തൊട്ടടുത്ത ദിവസവും ഈ കിടങ്ങ് സ്ഥാപിക്കുന്നതിനായി JCB എത്തുകയും ചില അളവെടുപ്പുകൾ നടത്തുകയും മറ്റും ചെയ്തെങ്കിൽ ഈ 2 ദിവസം കൊണ്ട് ആ പ്രവർത്തനം നിലച്ച അവസ്ഥയാണ്. പിന്നീടുള്ള 2 ദിവസവും ഒരു പ്രവർത്തനങ്ങളും നടന്നിട്ടില്ല. ഫെൻസിങ്ങിനായുള്ള പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ല. തെരുവ് വിളക്കുകൾ ഈ നാച്ചേരി ഭാഗത്ത് എൽദോസ് മരിച്ച ഭാഗങ്ങളിൽ മാത്രമാണ് തെളിയിച്ചിട്ടുള്ളതും. അപ്പോൾ ഇതിൽ വലിയ പ്രതിഷേധമാണ് വീണ്ടും കുട്ടമ്പുഴ നിവാസികളിൽ നിന്നും ഉയരുന്നത്. ഇതേ സാഹചര്യത്തിൽ തന്നെയാണ് അവിടെ നേരത്തെ സ്ഥാപിച്ചിരുന്ന ഫെൻസിങ് 10 ലക്ഷത്തിലധികം രൂപ മുടക്കി സ്ഥാപിച്ചതാണ്. എന്നാൽ ഒരു തെരുവുനായി ചാടിയാൽ പോലും ഉരുണ്ടു വീഴുന്ന തരത്തിൽ തീർത്തും ബലം ഇല്ലാത്തതായ പൈപ്പുകളിലാണ് ഇത് സ്ഥാപിച്ചത്. അതിൽ 1 മാസം മാത്രമാണ് ചാർജ് ചെയ്തത്. സൗരോർജ്ജ പാനലുകൾ സ്ഥാപിച്ചുകൊണ്ട് ഇതിൻ്റെ പ്രവർത്തനം 24 മണിക്കൂർ ലഭിക്കുന്ന സംവിധാനം ഒരുക്കും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും അതിനുള്ള ഒരു സംവിധാനങ്ങളും അവിടെ ഒരുക്കിയിരുന്നുമില്ല. അപ്പോൾ ഇത് വലിയ ഒരു വീഴ്ചയാണ്. അതിലുപരി ഈ നാട്ടുകാരോടുള്ള അവഗണന എന്നതാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് അവരുടെ ഭൂമിക്ക് ഒരു സുരക്ഷിതത്വമില്ല. അതിലുപരി അവരുടെ ഒരു കൃഷി പോലും മുന്നോട്ട് പോകുന്നില്ല. ഈ കാട്ടിൽ നിന്നുള്ള ജീവികളുടെ ശല്യം, കാട്ടുപന്നിയായാലും അത്തരത്തിലുള്ള വിവിധ ഇനം മൃഗങ്ങളിൽ നിന്നുമാണ് ശല്യം ഉണ്ടാകുന്നത്. ഇപ്പോൾ അത് ജീവനോടി ഭീഷണിയാവുന്നു. കഴിഞ്ഞ ഒരു വർഷത്തിനിടെ എടുത്താൽ തന്നെ 2 പേരുടെ മരണമാണ് ഈ നാച്ചേരി ഭാഗത്ത് തന്നെ ഉണ്ടായിട്ടുള്ളത്. അത്തരത്തിൽ നോക്കുമ്പോൾ ഒരു 10-15 വർഷം എടുത്താൽ 13 പേർ മരണപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴും അതിന് നേരെ സർക്കാർ സംവിധാനങ്ങൾ കണ്ണടക്കുകയാണ്. അതിൽ തദ്ദേശ സ്ഥാപനം പോലും ഉണർന്ന് പ്രവർത്തിക്കുന്നില്ല എന്നതാണ് അവർക്ക് ഏറ്റവും നിരാശാജനകമായിട്ടുള്ളത്. അന്ന് കളക്ടർ തന്ന ഈ 3 ഉറപ്പിൽ അത് സംബന്ധിച്ച പ്രവർത്തനങ്ങളുടെ അവലോകനം ഈ വരുന്ന 27-ാം തീയതി അവിടെ വെച്ച് തന്നെ, അതായത് കുട്ടമ്പുഴ വെച്ച് തന്നെ നടത്തും, ജില്ലാ കളക്ടർ നേരിട്ടെത്തി നടത്തുമെന്നൊക്കെ പറഞ്ഞു പോയതാണെങ്കിലും ഈ പ്രവർത്തനങ്ങൾ മുടങ്ങിയതോടെ, ഇല്ലെങ്കിൽ ആ വാക്ക് പാലിക്കാഞ്ഞതോടെ ഇനി ഇങ്ങനെ ഒരു അവലോകന യോഗം നടക്കുമോ എന്ന കാര്യത്തിൽ പോലും വലിയ ആശങ്കയാണ് ജനങ്ങൾക്കുള്ളത്. ഇതേ സാഹചര്യത്തിൽ ഇന്നലെ എൽദോസ് മരണപ്പെട്ട ആ ഭാഗത്തടക്കം കാട്ടാന ഇന്നലെ ഇറങ്ങിയിരുന്നു. അതിനെ ഫോറസ്റ്റുകാരും നാട്ടുകാരും ചേർന്ന് ഒഴിവാക്കുന്ന ഒരു സാഹചര്യവുമാണ് ഉണ്ടായത്. അതുകൊണ്ട് വളരെ ഭീതിയോടെയാണ് അവിടെ ജനങ്ങൾ ജീവിക്കുന്നത്. അവർ വീണ്ടും വലിയ പ്രതിഷേധവുമായി ഇറങ്ങാനുള്ള ഒരു സാഹചര്യമാണ് ഈ വാഗ്ദാനങ്ങൾ പാലിക്കാത്തതിലൂടെ ഒരുക്കുന്നതും. ദേവിക, അത് തന്നെയാണ് സുധീഷ് സൂചിപ്പിച്ചതുപോലെ വന്യമൃഗശല്യം രൂക്ഷമായ മേഖലകളിൽ അധികൃതരുടെ വീഴ്ച വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന ചില സംഭവങ്ങളാണ് കോതമംഗലത്ത് നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടമ്പുഴയിൽ ഫെൻസിങ്ങും കിടങ്ങും തെരുവ് വിളക്കുകളും സ്ഥാപിക്കുമെന്ന ജില്ലാ കളക്ടറുടെ വാഗ്ദാനം പാഴ്വാക്കാവുകയാണ്. കാട്ടാൻ ആക്രമണത്തിൽ കാൽനട യാത്രക്കാരനായ കുട്ടമ്പുഴ ക്നാച്ചേരി സ്വദേശി എൽദോസ് മരിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെയായിരുന്നു കളക്ടറുടെ വാഗ്ദാനം. അതേസമയം മുൻപ് ഇവിടെ ഫെൻസിംഗ് സ്ഥാപിച്ചതിൽ ലക്ഷങ്ങളുടെ അഴിമതിയാണ് നടന്നതെന്നും നാട്ടുകാർ ആരോപിക്കുന്നുണ്ട്. സുധീഷ് ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.